ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. 4 കിലോ ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 4 ടീസ്പൂണ്, കുരുമുളക് 3 ടേബിൾ സ്പൂണ്, ഉപ്പ് 1 ടീസ്പൂണ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് വേവിച്ചെടുക്കാനാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ ഒരു ചിക്കൻ 65 ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. 8 കിലോ എന്നാണ് ഞാൻ പറഞ്ഞത്. 8 കിലോ വാങ്ങിയിട്ട് 4 കിലോ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ 8 കിലോ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ്. 8 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 കിലോ മാറ്റി. എന്നത് 8 കിലോൻ്റെ ഓർമ്മയിലാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സോറി. അപ്പോൾ അത് നന്നായി ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് തിരുമ്പി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 4 വിസിൽ 4-5 വിസിൽ വേണം ഇതിന് വേവിക്കാൻ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വേവ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെച്ചതിൻ്റെ ശേഷം ഞാനൊരു കുക്കറിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് വെള്ളം. അധികം വെള്ളമൊന്നും വേണ്ട, പിന്നെ അത് വെള്ളമാവുമല്ലോ ബീഫിൽ മൊത്തം വെള്ളമാണ്. അപ്പോൾ ആദ്യം തന്നെ കരിയണ്ടെന്ന് വിചാരിച്ചിട്ടൊരു 1/4 കപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 4-5 വിസിൽ, എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോകുന്നവരൊന്ന് ഇതാക്കുക. എന്നിട്ടൊന്ന് വെന്തോന്ന് നോക്കുക. അപ്പോൾ ഒരു 80% ഒന്ന് വേവിച്ചാൽ മതി. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണ പോലെയല്ല ഈ ബീഫ് കൊണ്ടാട്ടം. ബീഫൊന്ന് ആദ്യം വേവിച്ചിട്ട് വേണം, പിന്നെ ഫ്രൈ ചെയ്യണം, പിന്നെയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുക. അപ്പോൾ 2-3 സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഊറ്റിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി 2ാം ട്രിപ്പ് ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് ഇട്ടുള്ളൂ. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഉള്ള മസാല വെള്ളത്തിൽ 2ാമത്തെ ട്രിപ്പ് ഇട്ടുണ്ട് വേവിക്കാനായിട്ട്. എന്നിട്ട് അത് വേവിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല. അത് മസാല ആക്കുമ്പോൾ ആ വെള്ളത്തിൽ മസാല ആക്കുക. എന്നാലും ഞാനത് ഫുള്ളായിട്ട് വെള്ളം വറ്റി. അതിൽ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പരുവത്തിൽ തന്നെ കറി പോലെ ആയിട്ടുണ്ട്. വെന്ത് നന്നായി ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയൊരു മസാല തയ്യാറാക്കണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് കാശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണ്, പെരിഞ്ചീരകം 3 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 2 ടീസ്പൂണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഗരം മസാല 1.5 ടീസ്പൂണ്, ഇത്തിരി സുറുക്ക, അങ്ങനെ 2 ടേബിൾ സ്പൂണ് സുറുക്ക. അത്ര മതി, 2 ടേബിൾ സ്പൂണ് സുറുക്ക. പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരു മുട്ട 1 മതി. മസാല ഒന്ന് ആ ഇറച്ചിമ പിടിക്കാനായിട്ടുള്ളതാണ്. ഒരു മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ മസാലകളൊന്ന് ഈക്വലായിട്ടൊന്ന് മിക്സ് ആവണം.
ഇനി ഇതിലേക്ക് ഈ കുക്കറിലുണ്ടാകുന്ന ആ ബീഫിൻ്റെ വെന്ത വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കുക. അത് ഇതിലില്ലാത്ത കാരണം ഞാനൊരു 1/4 കപ്പ് വെള്ളം വേണ്ട, അത് മസാല ഒന്ന് നനയാനുള്ള വെള്ളം മതി, മിക്സ് ആവാനുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി എല്ലാ മസാലകളും നന്നായി ഒന്ന് ഇതാവണം. നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം വേവിച്ച ബീഫ് അതിലിടുക, മസാലയിലിടുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഇപ്പട്ട മസാല ഒന്ന് മിക്സിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യണം ശരിക്കത്. ഞാനിപ്പോൾ ഇതൊരു ചട്ടക ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിൽ 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റിന് വെക്കണം. ഇനി ഒരു ഉരുളിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, എന്നിട്ടൊന്ന് പൊരിച്ചെടുക്കുക. കാരണം ബാക്കിയുള്ള ഓയിൽ ഇനി ഉപയോഗിക്കാനൊന്നും പറ്റില്ല, കളയുക. അപ്പോൾ നല്ല മസാല ഉള്ള കാരണം അതിലൊക്കെ അത് മസാലയൊക്കെ ആയിട്ട് നല്ല ഇതാവും. പുറത്തടുപ്പത്ത് വെച്ചത് കാരണം ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഇത് 20 പേർക്കുള്ള കൊണ്ടാട്ടമാണ്. അപ്പോൾ ചോറും പപ്പടവും പിന്നെ ചിക്കൻ 65ഉം ഉപ്പേരിയും സാധനങ്ങളൊക്കെ ഉണ്ട്. സാധാ ചോറിലേക്കുള്ളതാണ് 20 പേർക്കുള്ളത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങളുടെ എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മുരിഞ്ഞ് ഇതായിട്ടുണ്ട്. മുരിഞ്ഞ് എന്ന് പറഞ്ഞാൽ നല്ല വടി പോലെ ആവണ്ട, ഒന്ന് സോഫ്റ്റായിട്ട്. അതിൻ്റെ എണ്ണക്കൊരു നല്ലോണം മസാല ഉള്ള കാരണേ ഫസ്റ്റിലത്തെ മസാല രണ്ടാമത്തെ മസാല ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റെല്ലാം കൊണ്ടാട്ടം അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഇതും ഇട്ടുണ്ട് ബീഫ്. ഇനിയൊരു എല്ലാം ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു ഉള്ളിലേക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 800 ഗ്രാം ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ സബോള അല്ല, ചെറിയ ഉള്ളി. 1 കിലോന് 200 ഗ്രാം വെച്ചിട്ട് 800 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. അതിലൊരു പാകത്തിന് ആ ഉള്ളിലേക്ക് മാത്രം വേണ്ട ഒരു ഉപ്പ്, കാരണം മുൻപെല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് അങ്ങനെ കഴിക്കുമല്ലെങ്കിൽ ഈ ഉള്ളിലേക്ക് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റണം. നന്നായി വഴന്ന് വന്നാൽ ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായി വാടി വരണതൊക്കെ, ഉള്ളിയും ഇതൊക്കെ വാടിയിട്ട് നന്നായി വരണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനുണ്ടാക്കി സെയിൽ ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച വേഗമാവും, സ്റ്റൗമിലാവണേക്കാളും നല്ല കരിയാണ്ട് കിട്ടും. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കാണ് ഇട്ടുള്ളത് ഞാൻ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മതി. ഗരം മസാല 1.5 ടീസ്പൂണ്, പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ. ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാല. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസ്, 1/4 കപ്പ് വേണം. 4 ടേബിൾ സ്പൂണേ സോസ്, ടൊമാറ്റോ സോസ്. പിന്നെ ഒരു 2 ടീസ്പൂണ് സുർക്ക ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ മസാലകളും ഒന്ന് ഇതാവണം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. അത് എരിവ് നോക്കിയിട്ടിട്ടാൽ മതി, എരിവിനനുസരിച്ചിട്ട് നോക്കുക. പിന്നെ
ഇത് ഒരു തേങ്ങ, കസ്തൂരി മെത്തിയും കുത്തുമുളകില്ല ചതമുളക്, അതും കൂടിയിട്ട് വറുത്തതാണ്. എന്നിട്ട് അതിൽ പകുതി ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് പകുതി ഇട്ടിട്ടുണ്ട്, പകുതി ലാസ്റ്റ് ഇടാന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എരിവും ഇതൊക്കെ ഒന്ന് നോക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ കറക്റ്റാകും. 3 ട്രിപ്പായിട്ടല്ലേ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. 20 പേർക്കുള്ളതാണ് ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഇതുപോലെ ഞാൻ 65 ഉണ്ടാക്കിയതൊക്കെ ഒന്ന് എല്ലാവരും നോക്കുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് കുറവുണ്ടായിരുന്നു ടൊമാറ്റോ സോസിൻ്റെ സുറുക്കട, അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ആ വറുത്ത ബാക്കി തേങ്ങയും കസ്തൂരി മെത്തിയും മുളകൊക്കെ ഇട്ടില്ല, അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ കൊണ്ടാട്ടമായിട്ടുണ്ട്. ഇത് ചെമ്പാൻ കറിയാണ്, 20 പേർക്കുള്ള. പിന്നെ ചോറ്, പപ്പടം, ഉപ്പേരി ആവണമല്ലോ. പിന്നെ 65. അപ്പോൾ അസ്സലാമു അലൈക്കും.